ഹായ് ഫ്രണ്ട്സ്, CCS ടെക്കിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സോഫ്റ്റ്വെയർ ബേസ്ഡ് IP ഫോൺ സിസ്റ്റമാണ്. ഓക്കെ, അപ്പോൾ അതിനായി നമുക്ക് വേണ്ടത് ഒരു IP ഫോണാണ് വേണ്ടത്. പിന്നെ ഒരു സിസ്റ്റം അല്ലെങ്കിൽ വിർച്വൽ ബോക്സ് ഏതിൽ വേണമെങ്കിലും ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് വിൻഡോസിലും ലിനക്സിലും എങ്ങനെ വേണമെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ അതിന് നമുക്കതിന് വേണ്ട ISO ഫയൽ ഡൗൺലോഡ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ അതിൽ തന്നെ ബ്രൗസർ എടുക്കുക. ഞാൻ 3CX എന്ന് പറയുന്ന കമ്പനിയുടെ IP ഫോൺ സിസ്റ്റമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ അതിന് തന്നെ അതിനകത്തൊരു അക്കൗണ്ട് ഉണ്ടാക്കണം. സോ ആക്ച്വലി ഇത് പെയ്ഡ് സോഫ്റ്റ്വെയർ ആണ്. നമുക്കത് ഫ്രീ ഓഫ് വേർഷൻ ഫസ്റ്റ് 1 ഇയർ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. പക്ഷേ ലിമിറ്റഡ് വേർഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് അതിനകത്ത് അക്കൗണ്ട് ആക്കിയിട്ടുണ്ട്. അക്കൗണ്ട് ആക്കിയതിന് ശേഷം അതിൽ ആഡ് സിസ്റ്റം കൊടുക്കുക. സോ നമ്മൾ ഓൾറെഡി ആ സിസ്റ്റം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ആഡ് സിസ്റ്റം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളവിടെ സെൽഫ് ഹോസ്റ്റഡ് ആണെങ്കിൽ സെൽഫ് ഹോസ്റ്റഡ് സെലക്ട് ചെയ്യുക. അത് നമുക്കതിൽ നിന്ന് ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇൻസ്റ്റാളേഷൻ മോഡ് സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ ഒരു 2 ക്വസ്റ്റ്യൻ ചോദിക്കും. ഇതിൽ 3CXൻ്റെ ഓൺ സെർവറിൽ വേണമോ അതോ നമ്മളുടെ സ്വന്തം സെർവറിലാണോ? നമ്മൾ സ്വന്തം ഓൺ സെർവർ സെൽഫ് ഹോസ്റ്റഡ് സെലക്ട് ചെയ്യുക. ചോദിക്കും ക്ലൗഡ് സർവീസ് പ്രൊവൈഡറുടെ ഇതിൽ വേണോ അതോ നമ്മുടെ സ്വന്തം സെർവറിൽ വേണോ? അത് നമ്മളുടെ ഓൺ പ്രമിസസ് സെർവർ സെലക്ട് ചെയ്യുക. സോ ഇവിടെ പ്ലാറ്റ്ഫോം സെലക്ട് ചെയ്യുക. ഞാൻ ലിനക്സ് ആണ് എടുക്കുന്നത്. സോ ഇതാണ് നമ്മളുടെ ലൈസൻസ് കീ. ഓക്കെ, ഞാൻ ഓൾറെഡി ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ ഞാൻ ഇനി പോകുന്നത് നേരെ നമുക്ക് വിർച്വൽ ബോക്സ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, വിർച്വൽ ബോക്സ് ഓപ്പൺ ചെയ്തു. അതിൽ ന്യൂ സെലക്ട് ചെയ്യുക. ഓക്കെ, ഞാനിവിടെ ലിനക്സ് എടുത്തു. അതിൽ നമുക്ക് Debian 1064 എടുത്തിരിക്കുകയാണ്. വാട്ടെവർ നമുക്ക് ഏത് വേണം ചൂസ് ചെയ്യാം. സോ ഫിനിഷ് കൊടുക്കുക. ദെൻ ക്ലിക്ക് സ്റ്റാർട്ട്. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ ഡൗൺലോഡ് ചെയ്ത ഫയൽ കാണിച്ചു കൊടുക്കാം. ഓക്കെ, അതിനു മുമ്പ് ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, നമ്മൾ സെറ്റിങ്സിൽ പോയി നെറ്റ്വർക്ക് അഡാപ്റ്റർ ബ്രിഡ്ജ് അഡാപ്റ്റർ ആക്കിയിരിക്കണം. ഓക്കെ, അതിനുശേഷം വീണ്ടും സ്റ്റാർട്ട് കൊടുക്കുക. ഇൻസ്റ്റാളേഷൻ സമയത്ത് ഇൻ്റർനെറ്റ് എൻഷുർ ചെയ്യുക. ഇതുണ്ട്, പല പാക്കേജസും നെറ്റിൽ നിന്ന് അപ് ടു ഡേറ്റ് എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇൻസ്റ്റാളേഷൻ സമയത്ത് ഇൻ്റർനെറ്റ് കമ്പൾസറിയാണ്. ഓക്കെ, ഹോസ്റ്റ് നെയിം നമ്മൾ Debian തന്നെ കൊടുക്കുകയാണ്. ഡൊമൈൻ നെയിം ഒന്നുമില്ല. ഓക്കെ, നമ്മൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. ഇതിൽ കണ്ട് ചോദിക്കുക. നമ്മൾ യൂണിറ്റ് സിസ്റ്റം എടുക്കുന്നു. നമ്മൾ കീബോർഡ് ലേഔട്ടാണ് ചോദിക്കുന്നത്. യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്നത് അമേരിക്കൻ ഇംഗ്ലീഷാണ് യൂസ് ചെയ്യുന്നത്. സോ അത് നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. ഇതിന് റൂട്ടിനൊരു പാസ്വേഡ് ചോദിക്കും. സോ നമ്മൾ റൂട്ട് പാസ്വേഡ് എന്താണെന്ന് ചോദിച്ചാൽ വാട്ടവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എൻ്റർ ചെയ്യാം. പാസ്വേഡ് എൻ്റർ ചെയ്തിരിക്കുകയാണ്. ടൈം സോൺ ഏതുകൊണ്ട് സെലക്ട് ചെയ്യാം. സോ വാട്ടവർ. ഓക്കെ, ഇനി നമ്മളുടെ ഇൻസ്റ്റാളേഷൻ സെറ്റപ്പാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇൻസ്റ്റാളേഷൻ കുറച്ച് ടൈം എടുക്കുന്നതാണ്. സോ അതിനോട് വീഡിയോ ഞാൻ പോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ,
നമ്മൾ ഇൻസ്റ്റാളേഷൻ തീരാറായിട്ടുണ്ട്. ഇതൊരു 3-4 സ്റ്റെപ്പായിട്ടാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. സോ ഇത് കുറച്ച് ടൈം എടുക്കും ഇത് ചെയ്യുന്നതിൽ. ബാക്കി ഇൻസ്റ്റാളേഷൻ സ്പീഡ് ആസ് പെർ ഡിപ്പെൻഡിങ് നമ്മളുടെ സിസ്റ്റത്തിൻ്റെ കോൺഫിഗറേഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഞാൻ ബേസിക് PC ആണ് ഇത് എടുത്തിട്ടുള്ളത് ഇതിന് വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ ഇത് VMware ചെയ്യുന്നതുകൊണ്ട് അതിൻ്റേതായ ചില റെസ്ട്രിക്ഷൻസും കാണും. ഓക്കെ, അപ്പോൾ നമ്മുടെ സിസ്റ്റം ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഫോൺ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം. നേരത്തെ നടന്നുകൊണ്ടിരുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാളേഷൻ Debian ആണ് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത് ഇതിനകത്ത്. ഇനി നമ്മളുടെ സോഫ്റ്റ്വെയർ 3CXൻ്റെ സോഫ്റ്റ്വെയർ ആണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ഇതും കുറച്ച് ടൈം എടുക്കുന്നതാണ്. ഞാൻ വീഡിയോ ഇടയ്ക്കൊന്ന് പോസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ ഫൈനലൈസിങ് ആണ് നമ്മുടെ ഇൻസ്റ്റാളേഷൻ.
വീട്ടിൽ 3CX സിസ്റ്റം ഈ വേർഷൻ 18 സെലക്ട് ചെയ്യുക. നമ്മളിതിൻ്റെ ലൈസൻസ് കീ ചോദിക്കുന്നതാണ്. അത് നമ്മൾ ടാബ് പ്രസ് ചെയ്ത് ഓക്കെ അടിക്കുക. നമ്മൾ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ട് സിസ്റ്റം റിപ്പോർട്ട് ആയിട്ടുണ്ട്. ഇത് Debian Linux സെലക്ട് ചെയ്യുക. ഫസ്റ്റ് ഓപ്ഷൻ ചോദിക്കുന്നത് നമുക്ക് വെബ് ബേസ്ഡ് കോൺഫിഗറേഷൻ മെത്തേഡ് വേണോ അതോ CLA ബേസ്ഡ് കോൺഫിഗറേഷൻ മെത്തേഡ് വേണോ? ഐ തിങ്ക് ബെറ്റർ വെബ് ബേസ്ഡ് കോൺഫിഗറേഷൻ ആണ് ബെറ്റർ. സോ ഞാനത് ചൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മളുടെ സെർവറിൻ്റെ IP ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമ്മളുടെ ബ്രൗസറിൽ നമ്മുടെ സെർവർ IP അഡ്രസ് എന്ന് പറയുന്നത് 2.183 ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ലൈസൻസ് കീ ഇവിടെ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക. അതിനുശേഷം ലോഗിൻ യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യുക. ഞാനിവിടെ CCS Tech എന്നാണ് എടുത്തത്. പാസ്വേഡ് എൻ്റർ ചെയ്യുക. നെക്സ്റ്റ് കൊടുക്കുക. ഡൈനാമിക് സെലക്ട് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. I don't have DNS server using local IP. ഓക്കെ, ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആവാനും കുറച്ച് ടൈം എടുക്കും. സോ ഞാൻ അതിനുവേണ്ടി വീഡിയോസ് പോസ് ചെയ്യാണ്. ഓക്കെ, നമ്മളുടെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും വെച്ചാൽ എത്ര ഡിജിറ്റ് എക്സ്റ്റൻഷൻ നമ്പേഴ്സാണ് നമുക്ക് വേണ്ടതെന്നുള്ളത്. ഞാൻ 3 ചൂസ് ചെയ്യാണ്. അതിനുശേഷം ഒരു അഡ്മിനിസ്ട്രേറ്റർ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കണം. ഞാനത് ഇവിടെ എൻ്റെ മെയിൽ ID കൊടുത്തിട്ടുണ്ട്. സോ നമ്മളുടെ കൺട്രി സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മളുടെ ടൈം സോൺ സെറ്റ് ചെയ്യുക. ജസ്റ്റ് എന്തെങ്കിലും ഒരു നമ്പേഴ്സ് സെലക്ട് ചെയ്യുക. ജസ്റ്റ് ഫോർ ഡെമോ. ഏഷ്യൻ മിഡിൽ ഈസ്റ്റ്. ലാംഗ്വേജ് സെറ്റപ്പ് സിസ്റ്റം പ്രിഫർഡ് ആണ്. ഇത് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇതിനും കുറച്ച് ടൈം എടുക്കുന്നതാണ്. വീഡിയോ ഞാൻ പോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആണ് നിങ്ങൾക്ക് കിട്ടുക.
സോ അതിനുശേഷം നമ്മൾ സെർവറിൽ വീണ്ടും ലോഗിൻ ചെയ്യുക. സോറി, നമ്മൾ HTTPS ആണ് യൂസ് ചെയ്യുന്നത്. HTTPS:// ഓക്കെ. നമ്മുടെ അഡ്മിൻ ലോഗിൻ വന്നിട്ടുണ്ട്. അതിലാണ് നമ്മുടെ യൂസർ നെയിം എൻ്റർ ചെയ്യുക. നമ്മുടെ ഫസ്റ്റ് വിൻഡോ ഇങ്ങനെയായിരിക്കും വരിക. ഇതിന് വന്നതിന് ശേഷം നമുക്ക് ഈ QR കോഡ് ഉപയോഗിച്ച് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. മൊബൈലിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് വൈഫൈ കണക്ട് ചെയ്തതിന് വൈഫൈയിലും നമുക്കിത് മൊബൈലിൽ യൂസ് ചെയ്യാൻ പറ്റും. സ്റ്റാറ്റിക് IP ഉള്ള കസ്റ്റമേഴ്സിനാണെങ്കിൽ ഇത് ഔട്ട് സൈഡും യൂസ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മളുടെ ഫസ്റ്റ് വിൻഡോ ഡാഷ്ബോർഡ് വരിക. ഇവിടെ നമ്മളെ ലൈസൻസ് ഇൻഫർമേഷൻസ് കാണുന്ന സ്റ്റാൻഡേർഡ് ആനുവലാണ് എടുത്തിട്ടുള്ളത്. അതിനകത്ത് നമുക്ക് 4 SIM കാർഡ്സ് വരെ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. മീറ്റിങ്ങിൽ 25 പേര് വരെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇവിടെ നമുക്ക് കോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ബാക്കപ്പ് ഓപ്ഷൻസ് ഉണ്ട്, ഓഡിറ്റ് ലോഗ് ഉണ്ട്, കോൾ ലോഗ്സ് ഉണ്ട്, ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. സിപ്പ് ട്രങ്ക്സ് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓക്കെ. സോ നമ്മളിവിടെ ഓൾറെഡി ഒരു യൂസർ എക്സ്റ്റൻഷൻ ഇതിനകത്ത് കാണും. നമ്മളതിനകത്തൊരു ഫോൺ ആഡ് ചെയ്യാൻ പോവുകയാണ്. സോ നമ്മുടെ അടുത്തുള്ളത് ഫെൻവിലിൻ്റെ ഫോണാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഫെൻവിലിൻ്റെ IP ഫോൺ. ഓക്കെ, നമ്മളെ ഫോൺ ഓൾറെഡി കണക്റ്റഡ് ആണ്. അപ്പോൾ ഫോണിൻ്റെ IP അഡ്രസ് സ്റ്റാറ്റസ് നോക്കിയിട്ട് നമുക്ക് ഫോണിലൊന്ന് ലോഗിൻ ചെയ്യാം. സോ ഫോണിൻ്റെ IP അഡ്രസ് ഓപ്പൺ ചെയ്തു. നമ്മളുടെ ഡിഫോൾട്ട് യൂസർ നെയിം ആൻഡ് പാസ്വേഡ് എന്ന് പറയുന്നത് അഡ്മിനാണ്. നമ്മളത് ലോഗിൻ ചെയ്തിട്ടുണ്ട്. സോ ലോഗിൻ ചെയ്യുമ്പോൾ വരുന്ന ഇൻ്റർഫേസ് ഇങ്ങനെ ആയിരിക്കും. അതിനുശേഷം നമ്മൾ ലൈൻ എടുക്കുക. അതിലിവിടെ ഇന്നാക്റ്റീവ് എന്ന് കാണിക്കുക. യൂസർ നെയിം ഇവിടെ നമ്മൾ 100 കൊടുത്തു. ഡിസ്പ്ലേയിൽ നമ്മൾ ടെസ്റ്റ് കൊടുത്തു. ഇവിടെ നമ്മളുടെ സെർവറിൻ്റെ IP അഡ്രസ്സാണ് എൻ്റർ ചെയ്യേണ്ടത്. ആക്ടിവേഷൻ ടിക്ക് എടുക്കുക. അതിനുശേഷം നമ്മളുടെ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് ഫോൺ പ്രൊവിഷനിങ് ഓപ്ഷനിൽ വരിക. ഇതാണ് ഇതിൻ്റെ യൂസർ ID എന്ന് പറയുന്നത്. ഇത് കോപ്പി പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ അപ്ലൈ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ ഫോൺ രജിസ്റ്റർഡ് ആയി എന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ നമ്മളുടെ ഫോണിൽ നമ്മൾ ടെസ്റ്റ് ചെയ്തെടുത്തത് യൂസർ നെയിം അവിടെ എൻ്റർ ആയി കാണിക്കും. ഓക്കെ, ഇനി നമ്മൾ വേറെ പുതിയ യൂസറെ ക്രിയേറ്റ് ചെയ്യാൻ ഉണ്ടാവും. കണക്ട് ആയതിനു ശേഷം ഇതിവിടെ ഗ്രീൻ ലൈറ്റ് കത്തും. കണക്ട് ആയില്ലെങ്കിൽ റെഡ് ലൈറ്റ് ആയിരിക്കും. നമ്മളൊരു യൂസറെ കൂടെ ക്രിയേറ്റ് ചെയ്യണം. 101 ഫോർ മൈ മൊബൈൽ MI. ഓക്കെ, നമ്മൾ ഫോണാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഫോണിൽ 3CXൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നമ്മൾ ഈ കാണുന്ന QR കോഡ് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പം ഞാൻ എൻ്റെ ഫോൺ കണക്ട് ചെയ്തിട്ടുണ്ട്.
ഞാൻ കോൾ ചെയ്യാൻ പോവുകയാണ്. ഞാൻ എൻ്റെ ടെസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഫോണിൽ ക്രിയേറ്റ് ചെയ്ത അതേ യൂസറെ ഞാൻ ഇപ്പോൾ എൻ്റെ PC-യിലാണ് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ അതിലോട്ട് കോൾ ചെയ്യാൻ പോവുകയാണ്. കോൾ വരുന്ന കാണാൻ പറ്റും. കോൾ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ 3.6 സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റായി അറിയിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോ ആവശ്യമാണെങ്കിൽ ഞങ്ങളോട് റിക്വസ്റ്റ് ചെയ്താൽ അടുത്ത വീഡിയോ ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. ഓക്കെ, once again thank you for watching my video.